വെൽക്കം ടു ചാനൽ. ഈ ജാം പാളയംകുടം പഴം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. ഞാനിത് വെറും പാളയംകുടം പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന അതേ കളർ, ടേസ്റ്റ് അല്ലെ, ഒരു തരത്തിലുള്ള കളറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ ഒന്നും ചേർക്കാതെ നമുക്ക് നല്ല സ്വാദുള്ള, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതും വെറും പാളയംകുടം പഴം കൊണ്ട്. നമ്മുടെ കുഞ്ഞുമണികളെല്ലാം വീട്ടിലിരിക്കുന്ന സമയമാണ്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടാവും. അപ്പോൾ സ്നാക്സൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ അത് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും കളറും ഒക്കെ ചേർത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കൊടുക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2.5 കിലോ പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സാധാരണ നമ്മൾ വീട്ടിൽ വെള്ളം കുടിക്കുന്ന വലിയ കപ്പുണ്ടല്ലോ, 1/2 ലിറ്ററിൻ്റെ, ആ കപ്പിന് 2.5 ലിറ്റർ വെള്ളവും ഒരു 20 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. 2 വിസിൽ, ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു വിസിൽ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു വിസിൽ, അങ്ങനെ മൊത്തം 2 വിസിലടിച്ച് നമ്മൾ എയറൊക്കെ കളഞ്ഞ് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നന്നായിട്ട് അരിച്ച് അതിൻ്റെ വെള്ളമാണ് നമുക്ക് കുറുക്കിയെടുക്കേണ്ടത്. ബാക്കി പഴത്തിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കളയണം കേട്ടോ. അപ്പോൾ ആ വെള്ളം നല്ലപോലെ അടികട്ടിയുള്ള ഉരുളിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് ഞാൻ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. സോ ആ ഒരു വീഡിയോ മാത്രം കുറച്ചൊന്ന് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സോറി. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ഇറച്ചിക്കൽ എന്നൊക്കെ പറയുന്നൊരു കയ്യിലുണ്ടല്ലോ, അതിന് 2.5 കയ്യിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് കുറുകി ഒരു വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇതിൽ കലരാതെ കിടക്കണം, അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് ജാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ടാൽ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു ജാം ഒരു സംശയമില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും അത് മറക്കാതെ ചെയ്യണം. നിങ്ങളത് മറന്നു എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.